ദൈവത്തിൽ നാമത്തോട് പറഞ്ഞാട്ടെ. കർത്താവിൻ്റെ പ്രിയ മക്കളെ, ഞങ്ങൾ വീണ്ടും വന്നിരിക്കുന്നത് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ, ആത്മീയ കാര്യങ്ങൾ പങ്കുവയ്ക്കാനാണ്. അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം. ബാലൻസ് പണ്ട് മറന്നുപോയി. ഇത് പറയുന്ന അല്പകാലം മാത്രമാണ് നമ്മുടെ ഭൂമിയിൽ വാസമുള്ളൂ. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വെള്ളത്തിൽ വീഴുന്ന കുമ്പള പോലെ, അല്ലെ കുമ്പളം എത്ര നേരമുണ്ട് നിമിഷമത്ര അല്ലേ? നമ്മളവരെ അതിനെക്കുറിച്ച് ഭാരപ്പെടുന്ന ഒന്നും വേണ്ട. പക്ഷെ നമ്മുടെ ഗ്രേറ്റസ്റ്റ് മിഷൻ എന്തെന്ന് പറയുകയാണെങ്കിൽ, നമ്മുടെ പഴയ നിയമത്തിൽ പറയുന്നുണ്ട്, മോശ തൻ്റെ ജനത്തെ അതായത് ദുഷ്ടന്മാരെ അതിൽ നിന്നല്ല, ഇത് ഈജിപ്തിൽ നിന്ന് ഫറവോൻ്റെ അടുത്ത് നിന്ന് കൊണ്ടുവന്ന് കനാൻ ദേശത്തിലേക്ക് കൊണ്ടുവന്നു. അവർക്ക് വാഗ്ദത്തം കൊടുത്ത ദേശം. പല പ്രവാചകന്മാർ മാറി മാറി ഭരിച്ചു. അഥവാ ഈ ദൈവമാണ് നടത്തിയത് അല്ലേ? ദൈവം നടത്തി മനുഷ്യനോട് നിയന്ത്രിക്കുക. മോശം തിരഞ്ഞെടുത്തു. ഓരോരോ ദൈവദാസന്മാരെ ദൈവത്തിൻ്റെ കൃപയാൽ പ്രവാചകന്മാരെ തിരഞ്ഞെടുത്ത് പറഞ്ഞവരെ കൊണ്ടുപോയി നടത്തി. പക്ഷെ ഒരു 45 വർഷം എടുത്തു അല്ലേ? 45 സംതിങ് വർഷം എടുത്തു. അവർ വിശ്വസിച്ചില്ല. അവർ അവർക്ക് ദൈവത്തോട് അത്ഭുതം പ്രവർത്തിച്ചിട്ടും അവർക്കൊന്നും ഉൾക്കൊള്ളാൻ, ഈ ദൈവം പ്രവർത്തിച്ചതൊന്നും പറയാൻ മതിയില്ല. ഒന്നും അവർക്ക് പറ്റിയില്ല. അതുകൊണ്ടാണ് 45 വർഷം അവരെ ചുറ്റിച്ചല്ല, അവരുടെ വിശ്വാസം കൊണ്ടാണ് അതങ്ങനെ ആയിപ്പോയത്. ദൈവദാസന്മാർ പറയുന്നു അങ്ങനെയാണെന്ന്. അപ്പോൾ ആകെ 2 പേര് മാത്രമാണ് കനാൻ ദേശത്തിൽ കാലുകുത്തിയുള്ളൂ. അല്ല, എന്താണ് പറയുന്നത്? അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ദൈവം നമ്മളെ സ്വർഗത്തിലേക്ക് നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ? നമ്മൾ അതിൽ അവർ നടന്നു. പക്ഷെ ഇതിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഓരോ കാലങ്ങൾ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളത് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. നമുക്ക് അതിൻ്റെ മർമ്മം എനിക്കിപ്പോഴാണ് ബോധപ്പെട്ട് കിട്ടിയത്. പഴയ നിയമത്തിൽ പുതിയ നിയമത്തിൽ എന്താ നടക്കുന്നത്? പഴയ നിയമത്തിൽ സംഭവം നടന്നു. അതാണ് നിൻ്റെ ജീവിതത്തിൽ നമുക്കൊരു ഗീവൻ എക്സാമ്പിൾ എന്ന് പറയാൻ നമുക്കൊരു മാതൃക കാണിച്ചിട്ടുണ്ട്. ഇതാണ് നടക്കുന്നത് ഇപ്പം നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ എന്താണ് പറയുക, നമ്മുടെ വാഗ്ദത്തം സ്വർഗമാണ്. അപ്പോൾ നമ്മുടെ പല അത്ഭുതങ്ങളും പ്രവർത്തിക്കും. ദൈവം നടത്തുന്നു, കരുതൽ നടക്കുന്നു. കടൽ മാറിയതുപോലെ, മന്ന കൊടുത്തതുപോലെ, അഗ്നി അകത്തിയതുപോലെ, തീ കത്തിയതുപോലെ പല അത്ഭുതങ്ങളും, മന്നയും മയങ്ങളും, ചൂടടിക്കാണ്ട് വെയിലടിക്കാണ്ട്, അങ്ങനെ എല്ലാ അത്ഭുതവും നടത്തുന്നു. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട്. നമ്മളത് അറിയുന്നില്ല. ദൈവം നടത്തും, മനോഹരം നടത്തുകയാണ്. നമ്മളത് കണ്ടു വിശ്വസിക്കുക. അത് കാണിച്ചു തരുന്നത് അന്ന് മോശത്തെ ജനങ്ങളുടെ അവിശ്വാസം നമ്മളിലുണ്ടോ? അവർക്ക് അത്രയും അത്ഭുതം അവർക്ക് വിശ്വസിച്ചില്ല. പക്ഷെ നമ്മളിപ്പോൾ ഇത് കേൾക്കുമ്പോൾ അവർക്ക് എന്താ വിശ്വസിക്കാനെന്ന് പറയും. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴും പല അത്ഭുതം നടക്കും, നമ്മൾ വിശ്വസിക്കുന്നില്ല. ദൈവം നടത്തുന്നു, ക്രിസ്തു നമ്മൾ നടത്തുന്നു. ദൈവത്തിൻ്റെ കൃപയാൽ പിതാപുത്രനും ക്രിസ്തുവും ഇവരെല്ലാം ഒന്ന് തന്നെ. ഇവരെല്ലാം നമ്മൾ നടത്തുന്നത്, ഇവരെല്ലാം ഒന്ന് തന്നെയാണ്. അതിൻ്റെ പണ്ടത്തെ വിചാരത്തിൽ കാണുന്ന ഒരു മൂന്ന് പക്ഷേ എന്ന് പറയുന്ന എല്ലാവരും പറയുന്ന പോലെ ഒരു മനുഷ്യൻ, ഒരു മകൻ, ഭർത്താവ്, ഒരു ഒരു അപ്പച്ചൻ, അങ്ങനെ 3ആയിട്ട് വേണി. ഒരാൾക്ക് മകനായിരിക്കും, ഒരാൾക്ക് എന്താ പറയുക, ഒരു ഭർത്താവായിരിക്കും, ഒരാൾക്ക് അപ്പച്ചനായിരിക്കും. അതാണ് പറയുന്നത്. പിതാപുത്രനും വൈസ ഒരു മൂന്നും വ്യത്യസ്തമായി ചെയ്യുന്നു. അതായത് പുത്രൻ പിതാവിൻ്റെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി ഭൂമിയിൽ വന്നു. പരിസ്ഥിതി എപ്പോഴും നമ്മുടെ ഭൂമിയിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു. അവരുടെ ദൈവവേലക്കാരെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ദൈവം തമ്പുരാൻ സുഖിലെല്ലാം കാണുന്നു. നമ്മുടെ മീഡിയേറ്ററാണ് കർത്താവ് യേശു ക്രിസ്തു. നമ്മുടെ ദൈവത്തിനോട് നമുക്ക് കാര്യങ്ങൾ പറയാൻ കർത്താവ് യേശു ക്രിസ്തുവിനോട് പറയുന്നത്. കർത്താവ് യേശു ക്രിസ്തു ദൈവത്തിനോട് സംസാരിക്കുന്ന ഒരു മീഡിയേറ്ററാണ് കർത്താവ് യേശു ക്രിസ്തു. അപ്പോൾ നമ്മളിത് പറയുന്നത്, നമ്മൾ ഈ ലോകത്തിൽ ജീവിച്ച് തിന്നും കുടിച്ച് വളരുന്നതല്ല. നമ്മളിതിൻ്റെ ബാക്കിൽ വേറൊരു കാര്യമുണ്ട്. ചിന്തിക്കുക. നമ്മുടെ മനുഷ്യൻ്റെ ശരീരം ഒന്ന് എടുത്തു നോക്കിയാൽ വി കനോട്ട് ക്രിയേറ്റ് എനിത്തിങ് ലൈക്ക്. നമുക്കൊരു റോബോട്ടിക് എന്തോ മനുഷ്യൻ്റെ ഒരു ടെക്നോളജി ഒന്നും ഒരു മനുഷ്യനെ ഉണ്ടാക്കിയ ഒരു രീതിയൊന്നും ഒന്നിനും കിട്ടില്ല. അപ്പോൾ നമ്മൾ പറയുന്നത്, ലോകത്തിൽ സമ്പാദിക്കുന്ന ലോകസ്നേഹികൾ ദൈവം സ്നേഹിക്കുന്നില്ല. ലോകത്തോട് സ്നേഹമുള്ളവർ ഞാനായാലും അത് എന്നോടും കൂടിയാണ് പറയുന്നത്. ലോകത്തെ സ്നേഹിച്ചാൽ ദൈവത്തിന് അവർ ഇഷ്ടമല്ല. കാരണം നമ്മൾ സ്വർഗത്തെ സ്നേഹിക്കുക. ജഡീകരാവരുത്. നമ്മൾ ദൈവം വേർതിരിച്ചെടുത്താണ്. യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുക. പ്രിയങ്ങൾ വചനം കേൾക്കുക. നല്ല ഉറപ്പുള്ള മായമില്ലാത്ത പാൽ കുടിക്കുക എന്ന് പറഞ്ഞ പോലെ മായമുള്ള പല കള്ളസാക്ഷ്യങ്ങളും, ബൈബിൾ പറഞ്ഞ കള്ളസാക്ഷ്യങ്ങളും, വചനങ്ങളും
വചനങ്ങളൊക്കെ തിരിച്ച് പറയുന്നവരുണ്ട്, അവരൊന്നും കേൾക്കാണ്ടിരിക്കുക. കർത്താവ് യേശു ക്രിസ്തു അതാണ് നമ്മുടെ വഴി സത്യം. ഞാനൊരു വഴി സത്യം ജീവനാകുമെന്ന് പറഞ്ഞാലും യേശു ക്രിസ്തു വിശ്വസിക്കുക, ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ട. യേശു ക്രിസ്തു നമ്മൾ നടത്തും, നമ്മൾ ഇത്ര നടത്തും. നമ്മുടെ കയ്യിലിരിപ്പുണ്ട്. നമ്മൾ കുതിരി മാറാണ്ട് ദൈവത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ദൈവം നടത്തിക്കോളും. പ്രിയരെ, നിങ്ങളുടെ അപ്പനമ്മമാർ ദൈവത്തിൻ്റെ വിലയ്ക്ക് ഇറങ്ങിയ നിങ്ങൾ മക്കളെയും കർത്താവ് യേശു ക്രിസ്തു നോക്കിക്കോളും, നയിച്ചോളും, നിങ്ങൾ ഉന്നതനാക്കിക്കൊള്ളും. ദൈവത്തിന് സ്തോത്രം. നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. കർത്താവ് യേശു ക്രിസ്തു നിങ്ങൾ ഡെയിലി ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുക. രാവിലെ രാത്രിയും കുടുംബ പ്രാർത്ഥന ഉണ്ടാവുക. നമ്മൾ ദൈവമില്ലാണ്ട് വിത്തൗട്ട് ഗോഡ് വി ആർ സീറോ, വിത്തൗട്ട് ഗോഡ് വി ആർ സീറോ, വിത്ത് ഗോഡ് വി ആർ ഹീറോ. അപ്പോൾ ഇതാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുമെന്നത്. ദൈവ സ്തോത്രം. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം.